കാലത്തെ എണീറ്റപ്പം മീൻ പിടിക്കാൻ വെച്ചിരുന്ന വലയിൽ ദാ ഒരു കിളി. ഒരു പുണ്യപ്രവൃത്തി ആയിക്കോട്ടെ എന്ന് ഭാഗ്യനും അതിനെ തുറന്നു വിടാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. ചേച്ചിയുടെ പുതിയ വീടിന്റെ പണി നടക്കാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പാലുകാച്ചലും കഴിഞ്ഞു കേട്ടോ. അപ്പൊ അവിടേക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ എറണാകുളത്ത് നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് വരുന്ന വഴിക്കാണ് നല്ല മഴ. മൂക്കുമുട്ടിയെ കാണാത്ത മഴയത്ത് ഭാഗ്യൻ വണ്ടി ഒതുക്കിയത് ഇതായി പാം ട്രീയുടെ മുമ്പിലായിരുന്നു. അവിടെ കയറിയ ഓടി ചെന്ന് ഞാൻ ഈ ഒരു പച്ചപാത്രം ഇല്ലേ അതിൽ കൈയിടും. എന്തിനാണെന്നറിയോ, നമ്മുടെ ബബ്ലൂസ് നാരങ്ങയുടെ തൊലി ഉണക്കിയ പോലത്തെ ഒരു സംഭവം അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ ഐറ്റംസ്. ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ ടേസ്റ്റ് ചെയ്ത് അതൊക്കെ മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. ഞാൻ ഇവിടെ കയറിയ ഭാഗ്യം പറയും വായ വെക്കാൻ കൊള്ളാവുന്ന ഒന്നും അവള് മേടിച്ചിട്ട് വരില്ല എന്ന്. എങ്കിലും എനിക്ക് എന്താണെന്നറിയില്ല, ഇവിടുത്തെ സ്പൈസസും കുറെ ചോക്ലേറ്റ്സും പിന്നെ നമ്മുടെ നട്ട്സും ഒക്കെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. വില കൂടുതലാണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ഐറ്റംസ് കിട്ടും കേട്ടോ. പിന്നെ ഈ വാൾനട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടോ? പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചി പറഞ്ഞു ഈ മിഠായി മേടിക്കാന്ന്. അപ്പൊ ശ്രീകുട്ടൻ പറയാ എല്ലാ മിഠായിയും മേടിക്കാന്ന്. ഇവിടെ ഞാൻ പുകല പോലത്തെ ഒരു സാധനം കണ്ടു. അത് ചോദിച്ചപ്പോ പറയാം നമ്മുടെ സിനമൺ സ്റ്റിക്ക് അത്ര.